അപ്പോൾ നമ്മൾ ബി എമ്മിന് ഈ ഒരു മഴക്കാലമായി കഴിഞ്ഞാൽ പൊതുവേ ഉള്ളൊരു കംപ്ലൈൻറ്റാണ് ഫ്ലോറിൽ വെള്ളം വന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കാരണങ്ങൾ എന്താ വെച്ചാൽ ഇതിൻ്റെ ഈ സൺറൂഫിൻ്റെ ഡ്രൈനേജ് ഉണ്ട്. ഈ ഡ്രൈനേജ് ബ്ലോക്കായി കഴിഞ്ഞാൽ ഇതുപോലെ വെള്ളം ഔട്ടോ. ഈ ഫ്ലോറിലൊക്കെ ഇതിനൊക്കെ ഈ ഒരു വണ്ടിക്ക് ഫ്ലോറിൽ വെള്ളമായിട്ടുണ്ട്. ചില വണ്ടിയിൽ വെള്ളമാവുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഡ്രൈനേജ് ബ്ലോക്ക് വന്നാലും വരും. അതുപോലെ ഇതിൻ്റെ ഈ ലെതർ ഷിപ്പുകളൊക്കെ കംപ്ലൈൻറ്റ് വന്നാലും ഈ ഒരു പ്രശ്നം വരുന്നുണ്ട്. അപ്പോൾ ഇത് ബി എമ്മിൻ്റെ GT ആണ്. അപ്പോൾ ഇതിൻ്റെ ഈ ഡിക്കിലെ ഇതിലൊക്കെ വെള്ളമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു കാരണം ഇതിൻ്റെ റിയറിൽ വരുന്ന ഈ സ്പോയിലറിൻ്റെ അവിടെ വരുന്ന ഒരു ഡ്രൈനേജ് ബ്ലോക്കായിരുന്നു. അത് തന്നെ ഇതിന് പ്രശ്നം. പല വണ്ടികൾക്കും പല മാതിരിയൊക്കെ നമുക്ക് കിട്ടിയ കംപ്ലൈൻറ്റ് ഇതാട്ടോ. പിന്നെ അപ്പോൾ ഇത് ബി എം അതായത് ഇതും വെള്ളം കേട്ടോ, വെള്ളം നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു വെള്ളം വരുന്നത് നമ്മൾ ചെക്ക് ചെയ്ത സമയത്ത് ഇവിടെ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഗ്ലാസിൻ്റെ ഈ ഒരു ബീഡിങ്ങിൻ്റെ ഗ്യാപ്പ് കൂടെയായിട്ട് വരുന്നത്. അതുപോലെ ഈ ഒരു ജോയിൻ്റ് കൂടെയൊക്കെയാണ് വെള്ളം ഉറ്റുന്നത്. ആ ഒരു വെള്ളം വന്നതാണ് ഇവിടെ കാണുന്നത്. ഇത്രയും തോന്നെ വെള്ളം കേട്ടോ. അപ്പോൾ ഇത്തരം കംപ്ലയിൻറ്റുകൾ നമുക്ക് കിട്ടിയ ബി എമ്മിന് സാധാരണ ഒരു കോമൺ ആയിട്ട് വരുന്നൊരു കംപ്ലയിൻ്റാണ്. ഓക്കെ, അപ്പോൾ നമ്മളിത് വർക്ക് വെച്ച് ബാക്കിലോട്ട് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. ഇതിന് 4 സൈഡിൽ ഡ്രൈനേജിൻ്റെ പൈപ്പ് വരുന്നുണ്ട്. ആ ഒരു ഡ്രൈനേജ് ബ്ലോക്ക് ആയി കഴിഞ്ഞാലും ഇതുപോലെ അകത്തോട്ട് വെള്ളം കയറും. അപ്പോൾ അതുപോലെ ഇതിനകത്ത് വരുന്ന പൈപ്പ് റിയറിലോട്ട് പോണ പൈപ്പുണ്ട്, ഫ്രണ്ടിലോട്ട് പൈപ്പുണ്ട്. ആ പൈപ്പിൻ്റെ എവിടെയും ഡാമേജ് വന്നിട്ടുണ്ടെങ്കിലും അകത്തോട്ട് വെള്ളം വരാൻ സാധ്യതയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു വണ്ടിക്ക് ഉണ്ടായിട്ടുള്ളത്.